എമ്പുരാൻ സിനിമയുടെ വിവാദം മാറുന്നില്ല, ഒഴിയുന്നില്ല. ഇതിൽ ആദ്യം തുടക്കമിട്ടത് ബിനീഷ് കൊടിയേരിയാണെങ്കിലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ, അതായത് മോഹൻലാലിനെതിരെ സൈബർ ആക്രമണം വന്നപ്പോൾ മേജർ രവിയാണ് മോഹൻലാൽ പ്രിവ്യൂ ഷോ കണ്ടിട്ടുണ്ടാവില്ല, മോഹൻലാൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, മോഹൻലാലിനെതിരെ ഇത്തരം സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, അദ്ദേഹം അറിഞ്ഞിരുന്നുവെങ്കിൽ ദേശവിരുദ്ധമായ ഒരു കാര്യങ്ങളിലും അദ്ദേഹം അഭിനയിക്കാൻ തയ്യാറാകുമായിരുന്നില്ല എന്ന് അദ്ദേഹം നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തി. അതിൻ്റെ പേരിൽ മേജർ രവിക്ക് നിരവധി സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി. അദ്ദേഹം മാധ്യമങ്ങളോട് രണ്ടാമത് ആന്റണി പെരുമ്പാവൂർ വന്ന് പറഞ്ഞു, മോഹൻലാലിനും അറിയാവുന്ന കാര്യമാണിത്, മോഹൻലാലൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ ആന്റണി പെരുമ്പാവൂർ പറയുകയുണ്ടായി. അപ്പോഴും മേജർ രവി പറഞ്ഞത്, സംവിധായകൻ എപ്പോൾ വേണമെങ്കിലും അല്ലെങ്കിൽ തിരക്കഥാകൃത്തിന് എപ്പോൾ വേണമെങ്കിലും സ്ക്രിപ്റ്റ് തിരുത്താം, അത് നടൻ അറിയണമെന്നില്ല. മോഹൻലാൽ പ്രിവ്യൂ ഷോ കണ്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ പുറത്തിറങ്ങില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം ദേശവിരുദ്ധമായ കാര്യങ്ങൾ അഭിനയിക്കാൻ മോഹൻലാൽ തയ്യാറാകുമായിരുന്നില്ല. കാരണം അദ്ദേഹം അഭിനയിച്ച സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ദേശവിരുദ്ധമായ ഒരു സിനിമകളിലും മോഹൻലാൽ അഭിനയിക്കുകയോ അത്തരം വാക്കുകൾ പറയുകയോ അങ്ങനെ ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ പുകഴ്ത്തുകയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുക്കളെ പുകഴ്ത്തുകയോ ഇതൊന്നും ചെയ്യുന്ന ഒരാളല്ല. ദേശത്തിനൊപ്പം നിന്നുകൊണ്ട് ദേശീയതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദേശസ്നേഹം അത് മോഹൻലാൽ എല്ലായിടവും ഉയർത്തുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മോഹൻലാലിനെ ചതിച്ചത് ആരാണ്? മുരളി ഗോപിയാണോ, പൃഥ്വിരാജാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കളിച്ച ഏതെങ്കിലും ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുണ്ടോ? ചോദ്യങ്ങൾ ഒരുപാടാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ABC ന്യൂസിൽ മേജർ രവി വന്ന് പറയുന്ന കാര്യങ്ങൾ മീഡിയ മലയാളത്തിന് വേണ്ടി ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അത് കണ്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന്. ഇപ്പോൾ ഈ ഒരു സംഭവം കണ്ടിട്ട് അതിനകത്ത് കണ്ടിരുന്ന ആ ഒരു ആൻറ്റി നാഷണൽ എലിമെൻറ്റ്, വെൻ ഐ സോ ദാറ്റ്, ഞാനിങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് കോൾസ് വരാൻ തുടങ്ങി. വെൻ ഐ സ്റ്റാർട്ട് ഗെറ്റിംഗ് ദ മെസ്സേജ്, സാർ പടം കണ്ടോ, സാർ പടം കണ്ടോ, ഓക്കെ. എന്നിട്ടും ഐ വെയിറ്റഡ് ഫോർ 24. ഓക്കെ, പിന്നെ അത് കത്തിപ്പടർന്നിട്ട് ദ ഹോൾ ബ്ലെയിം സ്റ്റാർട്ടഡ് കമ്മിങ് ഓൺ ടു മോഹൻലാൽ. മോഹൻലാൽ ഈസ് മൈ ഫ്രണ്ട്, അതിനൊന്നും ഒരു സംശയമില്ലാതെ എൻ്റെ ഫ്രണ്ടല്ല, എൻ്റെ എല്ലാമാണ്. കാരണം ഇന്നിപ്പോൾ ഞാൻ മേജർ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹിം ആൻഡ് സം തേർഡ് റേറ്റഡ് യൂട്യൂബ് ഇതുണ്ട്. ഞാൻ തേർഡ് റേറ്റഡ് പറയാം, അതിനകത്ത് ഞാൻ നല്ല എൻത്യൂസിയാസമുള്ള യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ട്. ആ പാവങ്ങൾ അവരുടെ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ തേർഡ് റേറ്റഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് ആരെ എത്ര വലിയ ആളിനെയും തെറി വിളിക്കാം, അത് നിങ്ങളുടെ സംസ്കാരമാണ്. ഞാനിവിടെ ഇരുന്നിട്ട് അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അത് എൻ്റെ സംസ്കാരമായിട്ട് മാറും. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഐ കാൻ യൂസ് ദാറ്റ് കൈൻഡ് ഓഫ് എൻ അബ്യൂസീവ് ലാംഗ്വേജ്. ഐ ക്യാൻ യൂസ് ഡബിൾ ദ ലാംഗ്വേജ്, ഐ നോ ദാറ്റ്. ബട്ട് ദെൻ എന്നെ അത് ഞാൻ ഈ സമൂഹത്തിൽ ആൾക്കാർ എന്നെ നോക്കിക്കാണുന്നുണ്ട്, കുട്ടികൾ എന്നെ നോക്കുന്നുണ്ട്, പലരും എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഐ കനോട്ട് ഗോ ഡൗൺ ആൻഡ് കോമ്പീറ്റ് വിത്ത് ദിസ് ഗൈസ് ടു അവരുടെ ആ ഒരു ഈക്വലായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രവാദി എന്ന് പറഞ്ഞാൽ എൻ്റെ രാഷ്ട്രം എന്നുള്ളതിൻ്റെ മുകളിലാണ് ഞാൻ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ അപ്പത്തേക്കും പറഞ്ഞു, മോഹൻലാലിനെ സംരക്ഷിക്കാനാണ്, നിങ്ങളെന്ത് പറഞ്ഞാലും ശരി, ഞാൻ ആ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് ഒരു മാറ്റമില്ല. ഇപ്പോഴും സിനിമ ഞാൻ കൊള്ളില്ല എന്നുള്ള ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു ഇൻസ്റ്റിഗേറ്റിംഗ് ദ പീപ്പിൾ ടു ക്രിയേറ്റ് അൺട്രസ്റ്റ് ഇൻ ദ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അല്ല. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു, ഈ ഗോദ്രയും സംഭവമൊക്കെ കഴിഞ്ഞിട്ട് കാലം കുറേ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരു ടൂളായിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. ഗോത്രക്കലാവാം. ഇത് സുപ്രീം കോടതി അടക്കം അതിൻ്റെ ശിക്ഷ അടക്കം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ആര് കുറ്റക്കാർ, ആര് ശരിയാണ്, ആര് റോങ് ആണ്, അത് തീരുമാനിച്ചു. പക്ഷേ ഇന്നും നിങ്ങൾക്ക് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് മുതലെടുക്കുക എന്നുള്ളതാണ് ലെഫ്റ്റും റൈറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതെല്ലാം മറന്നൊരു ചാപ്റ്ററിനെ നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് കംപ്ലീറ്റ് ഫോറിൻ രാജ്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലത്ത് അതിനിടയിൽ ഇത് കുത്തിക്കയറ്റാന്ന് പറയാം. ദർ ഇസ് എ ഹിഡൻ അജണ്ട ബിഹൈൻഡ് ഇറ്റ്. എങ്കിൽ നിങ്ങൾ ട്രൂ ആയിട്ട് കാണിക്കും. പാവപ്പെട്ട സന്യാസിമാർ കുംഭമേള അല്ലെങ്കിൽ അതെടുത്ത് സ്നാനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും ഒരു വെൻഡർ വന്നിട്ട് അവരാണ് വഴക്കുണ്ടാക്കിയിരിക്കുന്നത് പ്ലാറ്റ്ഫോമിൽ. കറക്റ്റ്. ഓക്കെ, ഇതൊന്നും ആർക്കും അറിയില്ലേ? അറിയാം, കേസ് അന്വേഷണം ഇതൊക്കെ തെളിഞ്ഞിട്ടുള്ളതാണ്. അവർ വെൻഡേഴ്സ് വന്ന് വഴക്കുണ്ടാക്കിയത് എന്തിനാണ്? ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഈ വണ്ടി കാരണമായി പിന്നെ ഈ വണ്ടി അവിടെ നിന്ന് നീങ്ങിപ്പോയി.
1/2 കിലോമീറ്ററിൽ എങ്ങനെയാണ് വണ്ടി നിർത്തിയത്? അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ആൾ കയറിയിട്ട് ചെയിൻ വലിച്ച് പിടിച്ച് വണ്ടി എടുത്ത് പലരും ഒരുമിച്ച് ചെയിൻ നിർത്തി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി അവിടുന്ന് നോക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ട് അങ്ങ് കത്തിക്കല്ലത്. ആ കത്തിക്കുന്ന സമയത്ത് ഇന്നും എൻ്റെ വിഷ്വൽസ് ഇല്ലേ, ആ 4 വാതിലും അടച്ചിട്ട്. ഇതൊന്നും നിങ്ങൾ സിനിമയിൽ കാണിക്കുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ അമ്മയെ ഒരുത്തൻ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊക്കെ ചെയ്യും. പിന്നെ ആ സമയത്ത് നമ്മളൊരു ഹ്യൂമൻ ബിഹേവിയറാണത്. കളക്റ്റീവ്, വെൻ എ കളക്റ്റീവ് പീപ്പിൾ കം ആൻഡ് അറ്റാക്ക് എ കോണേഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നിസ്സഹായരായിട്ടിരിക്കുന്ന കുറച്ച് ആളുകൾ നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ മറ്റാൾക്കാർക്ക് വികാരം കൂടും. കാരണം അവർ നിസ്സഹായരായിട്ടിരിക്കുന്നു, അവരെ അങ്ങനെ ഇങ്ങ് കൊന്നു എന്ന് പറയുന്നത് അതിൻ്റെയാണ്. പിന്നെ നിങ്ങൾ അത് മാത്രം പറയുന്നത് ഗോത്രകലാപം എങ്ങനെ തുടങ്ങി? ഇതെന്താണ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഹമാസും ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നം, മര്യാദയ്ക്ക് പോരുന്ന രാജ്യം. എന്തിനാണ് ആ ദിവസം വന്നിട്ട് ആ ഒരു പാവപ്പെട്ട പെൺകുട്ടീനെ ഒരു റോട്ടിൽ വലിച്ചഴിച്ച് ബലാത്സംഗം ചെയ്ത് വെടിവെച്ച് കൊന്നു. എന്നിട്ട് അവന്മാർ കിട്ടിയവരൊക്കെ വെടിവെച്ചു. ഒരു കുട്ടിയുടെ കഴുത്തറുത്ത് കൊന്നു. 1200ഓളം പേര് അന്ന് മരിച്ചു. എന്നിട്ട് അവന്മാരങ്ങ് പോയി. പിന്നെ ഇസ്രായേൽ കയറി നിരങ്ങിയപ്പോൾ നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരടക്കം ഇവിടെ ഈ സിനിമയിലുണ്ട്. അതെ. സോ ആ സമയത്ത് എൻ്റെ വികാരം അതിനനുസരിച്ച് കൂടും. കാരണം എനിക്കിഷ്ടംപോലെ മുസ്ലിം സഹോദരന്മാർ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ കൂടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളവരുണ്ട് പല കാര്യങ്ങളിലും. ഓക്കെ. അപ്പം അവരുടെ കുട്ടിക്ക് ഇന്നിപ്പം എൻ്റെ സുഹൃത്തിൻ്റെ കുട്ടിക്ക് ഇപ്പോൾ അവൾക്കിപ്പം 10 വയസ്സ് 12 വയസ്സായിട്ടുള്ളൂ. ഇവൾ ഈ സിനിമ കാണുന്ന സമയത്ത് എൻ്റെ വാപ്പയും രവിയങ്കളൊക്കെ ആയിട്ട് നല്ല ബന്ധമാണല്ലോ, പക്ഷേ ഈ ഹിന്ദുക്കൾ മുസ്ലിങ്ങളൊക്കെ കൊന്നിരിക്കുന്നു വെറുതെ. അതെ. അപ്പം നിങ്ങൾ ഇവിടെ ഇല്ലാത്തൊരു പ്രശ്നത്തിനെ നിങ്ങൾ കുട്ടികളുടെ മനസ്സിലടക്കം കയറ്റിയാണ് വിഷം കുത്തിവെക്കുക. അന്ന് 22 വർഷം മുന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. 2002-ലാണത്. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 23 years. അപ്പം അന്നില്ലാത്തത്, അന്ന് 5 വയസ്സായ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ 28 years വരയ്ക്കുള്ള കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഇന്ന് അവരെല്ലാം ചെറുപ്പക്കാരാണ്. അവർ കാണുന്ന എന്താണ്? ആൻഡ് പ്ലസ് ഇന്ന് മാക്സിമം വയലൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലെഫ്റ്റും റൈറ്റും. അതിനെന്താണ് ഇത്രയും അധികം മദ്യം വിട്ടേക്കുമോ? ഈ മയക്കുമരുന്നുകളെ കൊണ്ട് കുട്ടികളുടെ മനസ്സിലും ശരീരത്തിലും എല്ലാം ഇതങ്ങ് കുത്തി കയറ്റിയിട്ട് പിന്നെ നിങ്ങൾ പറയുന്ന രീതിയിൽ അവർ ചിന്തിക്കാൻ തുടങ്ങും. ഇതാണ് ഇവർക്ക് ആവശ്യം. അപ്പം നിങ്ങൾ ഇങ്ങനൊരു സാധനം പറഞ്ഞു കൊടുക്കുകയാണ്. അത് പറയുന്ന സമയത്താണ് അതിന് എൻ്റെ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറഞ്ഞ കയറി വരും. നിങ്ങളുടെ മോഹൻലാലല്ല, ഞങ്ങളുടെയാണ്. വെരി ഗുഡ്. ഞാൻ അറിയുന്ന മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കും. അദ്ദേഹം ബേസിക്കലി ഒരു സിമ്പിൾ മാനാണ്. സുഹൃത്തുക്കൾ പല കാരണങ്ങളെക്കൊണ്ടും അടുത്ത് നിൽക്കുന്നവന്മാർ മുതലെടുത്തിട്ട് പോയിട്ടുണ്ട്, ഇപ്പോഴും മുതലെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഒക്കെ ഇങ്ങനെ കണക്കും. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇന്നേ വരെ നമ്മൾ ആരെങ്കിലും പോയിട്ട് മോഹൻലാലിൻ്റെ അടുത്ത് ആരെങ്കിലും പറ്റി കുറ്റം പറഞ്ഞാൽ എത്ര വലിയ ശത്രുവാണെങ്കിലും ലാൽ പറയുന്നത് എന്താണ്? ഇല്ല എന്താ അങ്ങനെയൊക്കെ അവരെക്കുറിച്ച് പറയുന്നു. ഇതാണ് ആ വ്യക്തി. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളെല്ലാവരും കൂടെ കയറി. ഇപ്പം നേരത്തെ ചോദിച്ചല്ലോ, ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഡയറക്റ്റും ചെയ്തിട്ട് 5 പടങ്ങൾ മോഹൻലാലിനെ വെച്ച് ചെയ്തിട്ടുള്ളൂ. വേറെ ആരും സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. ഈ 5 പടത്തിലും ഞങ്ങൾ കഥ പറയും. കഥ പറഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ പടത്തിന് മാത്രമാണ് സ്ക്രിപ്റ്റ് ലാൽ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ വാങ്ങിച്ച് അവിടെ സൈഡിൽ വയ്ക്കും. പക്ഷേ ഈ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് ഞാൻ കഥ പറയുന്നതിന് മുന്നേ ബൗണ്ട് സ്ക്രിപ്റ്റ് കീർച്ചക്കരുടെ ഞാൻ കൊടുത്തു. പക്ഷെ ആ ബൗണ്ട് സ്ക്രിപ്റ്റും പടം വന്നതിന് ശേഷം പടം കണ്ടു കഴിഞ്ഞാൽ ആ ബൗണ്ട് സ്ക്രിപ്റ്റും ഇതുമായിട്ട് വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ഇത് ഇൻവോൾവ് കാരണം എന്താ വെച്ചാൽ ആ പടത്തിൻ്റെ കഥ പറയുന്നത് 2004 സെപ്റ്റംബറിലാണ്. അത് എനിക്ക് ഫസ്റ്റ് ഡേറ്റ് കിട്ടിയത് 2005 ഓഗസ്റ്റിൽ ഷൂട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ എന്തോ കാരണം എനിക്ക് പ്രൊഡ്യൂസറൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ലാൽ സാറ് പറഞ്ഞിട്ട് പോലും ആരും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആർക്കും എന്നെ വിശ്വാസമില്ല. അങ്ങനെ ഞാൻ ചൗധരി സാറിൻ്റെ അടുത്ത് ചെന്ന് പെടുകയാണ് മദ്രാസിൽ. അങ്ങനെയാണ് ചൗധരി സാർക്ക് അഡ്വാൻസ് വന്ന് ഞാൻ ലാലിൻ്റെ അടുത്ത് കൊണ്ടുപോയി മാർച്ച് മാസത്തിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് മാർച്ച് 11-ാം തീയതിയായിരുന്നു. ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. മാർച്ച് 10-ാം തീയതി 11-ാം തീയതി ഞാൻ എൻ്റെ അമ്മയെ കണ്ടുപോയി. അമ്മ 19-ാം തീയതി രാത്രി മരിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഡേറ്റുകളൊക്കെ എനിക്ക് ഇത്രയും ക്ലിയർ ആയിട്ട്. ആ സ്ക്രിപ്റ്റിൽ ബിജു മേനോൻ്റെ ക്യാരക്ടറൊക്കെ വളരെയധികം ഉണ്ടായിരുന്നു. കാരണം ബിജു മേനോൻ ആ CRPF ആണ്. പിന്നെ ബിജു അവിടെ വന്ന് പല കാരണങ്ങളെ കൊണ്ടും അതിങ്ങനെ കട്ട് ചെയ്ത് ഷോർട്ടാക്കി ബിജുവിൻ്റെ ക്യാരക്ടർ അങ്ങനെ പോയിട്ടുണ്ട്.
അതുപോലെ പല ക്യാരക്ടേഴ്സിൻ്റെയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ മാറ്റം ഡേഞ്ചറസ് അല്ല. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? കറക്റ്റ് ഐ ഗോട്ട് ഇറ്റ്. ഇറ്റ് ഇസ് നോട്ട് ഡേഞ്ചറസ്. വാട്ട് ഐ കൺവിൻസ്ഡ് മോഹൻലാൽ, ഞാൻ മോഹൻലാലിനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി നോട്ട് ടു ഡിച്ച് ഹിം ബൈ ഡൂയിങ് സംതിങ് വിത്ത് ഫോർ മൈ ഇൻട്രസ്റ്റ്. എൻ്റെ ഇൻട്രസ്റ്റിൽ ലക്കലി രാജ്യസ്നേഹം എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് വേറൊരു ഒറിജിനൽ കോൺസെപ്റ്റ് അതാണ്. കോൺസെപ്റ്റ് അതാണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ പ്രൂവ് ചെയ്തു. കാരണം പടം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകൾ ഭാരത് മാതാക്ക് ജയ് എന്ന് വിളിക്കണമെങ്കിൽ അതിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, മാർക്സിസ്റ്റ്, SDP, SNDP എന്ന് പറഞ്ഞ എല്ലാ പാർട്ടിക്കാരുണ്ട്, BJP എല്ലാം, അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് വിളിച്ചു. അതാണ് നമ്മളൊരു സിനിമയിൽ കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്.